നമസ്കാരം. ഒരു മുത്തശ്ശി കഥ പറയട്ടെ. ഒരിക്കൽ ഒരു സന്യാസി തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഒരു ആശ്രമത്തിൽ താമസിച്ചു വരികയായിരുന്നു. ആ ആശ്രമത്തിൻ്റെ എതിർഭാഗത്തായിട്ട് ഒരു വേശ്യയും താമസിച്ചിരുന്നു. സന്യാസിക്ക് തൻ്റെ ആശ്രമത്തിലെ ഒരു പ്രത്യേക മുറിയിലിരുന്നാൽ എതിർഭാഗത്തെ വീട്ടിൽ എത്ര പേർ വന്നു പോകുന്നുവെന്ന് വ്യക്തമായി കാണാമായിരുന്നു. സന്യാസി അവളുടെ ഇടപാടുകാരുടെ കണക്കെടുപ്പ് തുടങ്ങി. ആരംഭത്തിൽ ഒരു നേരം പോക്കായി തുടങ്ങിയ ആ സംഗതി ക്രമേണ ആ സന്യാസിയെ സംബന്ധിച്ച് ഒരു ദിനചര്യ പോലായി. അവിടെ ഓരോരുത്തർ കയറി ഇറങ്ങുമ്പോൾ ഇദ്ദേഹം ഒരു ഉരുളൻ കല്ല് മാറ്റിവെക്കും. പിന്നീട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് കാണിച്ചു കൊടുക്കും, ദേ നോക്ക്, കല്ലുകളുടെ വൻ കൂമ്പാരം, ഇന്ന് ഇത്രയും പേര് അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്, നാളെ ചിലപ്പോൾ ഇതിലും വലിയ കൂമ്പാരം ഉണ്ടായേക്കാം. അദ്ദേഹം കമൻറ്റുകൾ പാസ്സാക്കും. ശിഷ്യന്മാർക്ക് ബഹുരസമാണ്. ഒരിക്കൽ അദ്ദേഹം ആ സ്ത്രീയെ വിളിച്ചും കാണിച്ചു കൊടുത്തു, ദേ നോക്ക്, നീ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ കൂമ്പാരമെന്ന്. അവൾ ഭീതി കൊണ്ടും ലജ്ജകൊണ്ടും തല കുമ്പിട്ടും നിൽക്കും. കാലം കുറേ കടന്നുപോയി. ദൈവകെത്തിയ ഇരുവരും ഒരേ ദിവസം മരിക്കാനിടയായി. പരലോകത്ത് ചെന്നപ്പോൾ സന്യാസിക്ക് നരകമാണ് കിട്ടിയത്, ആ സ്ത്രീക്ക് സ്വർഗം. സന്യാസി കലമ്പൽ കൂട്ടി. സന്യാസി പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് മാറിപ്പോയി, ഞാനൊരു സന്യാസിയാണ്, എനിക്കാണ് സ്വർഗം കിട്ടേണ്ടത്. ഇവളെ എനിക്കറിയാം, ഇവളുടെ ചെയ്തിയും അറിയാം, ഇവൾക്കാണ് നരകം കിട്ടേണ്ടത്. ശരിയാണ്, ഞാനും ഇവളും ഒരേ ദിവസം മരണപ്പെട്ടവരാണ്, അതുകൊണ്ടായിരിക്കും അങ്ങേക്ക് മാറിപ്പോയത്. ദൈവം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞുവത്രേ, ഇല്ല, എനിക്ക് മാറിയിട്ടില്ല, ഇവളുടെ തൊഴിലാണ് ചെയ്തത്, അങ്ങ് ആ തൊഴിൽ നിന്ദിച്ചു, അതുകൊണ്ടാണ് അങ്ങേക്ക് നരകം കിട്ടിയത്, അവൾക്ക് സ്വർഗവും. ലൈംഗിക തൊഴിൽ, ലൈംഗിക തൊഴിലാളി തുടങ്ങിയ പദങ്ങൾ 1978 രൂപം കൊള്ളുന്നത്. വീണ്ടും 10 വർഷം വേണ്ടി വന്നുവത്രേ അക്കാദമിക് തലത്തിൽ അത്തരം പദങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രചരിച്ച ഈ കഥയിൽ അത്തരം പദങ്ങളുടെ ആശയങ്ങളുടെ ബീജാവാപം കാണാമല്ലോ. വൈകിയത് നമുക്കാണ്. ഇന്ന് മാർച്ച് 8, ലോകമൊട്ടുക്ക് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു വരുന്നു. എല്ലാ വനിതകൾക്കുമുള്ളതാണ് ഇന്നത്തെ വനിതാ ദിനം, എന്നത്തെയും വനിതാ ദിനം. ഇവിടെ ഒഴിച്ചു നിർത്തലുകളില്ല, ആരെയും ഒന്നിൻ്റെ പേരിലും. ഈ ആശയം ബോധ്യപ്പെടുത്താനാകണം ഇക്കൊല്ലത്തെ വനിതാ ദിനത്തിൻ്റെ പ്രമേയം, തീം ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നൊന്ന് കൈക്കൊണ്ടത്. ഗുഡ്നെസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ അവൾ എന്ന് പേരിട്ട് വിളിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിന പ്രത്യേക പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ മമ്മിയൂരിലെ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ മിസ് റീലി റാഫേൽ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുണ്ട്. മിസ് റീലി റാഫേലിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ടീച്ചർ, ഈ സ്ത്രീപക്ഷ കൃതികളെ ആധാരപ്പെടുത്തി ടീച്ചർ ഒട്ടേറെ സെമിനാർ പേപ്പറുകൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ജെൻഡർ റിലേറ്റഡ് ആയ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും 2 പേപ്പേഴ്സ് ജാസ്മിൻ എന്ന ഭാരതി മുഖർജിയുടെ 3ാമത്തെ നോവലിനെ കുറിച്ചാണ്. ഭാരതി മുഖർജി ഒരു ഏഷ്യൻ അമേരിക്കൻ റൈറ്ററാണ്. അതിൽ സ്ത്രീ വിഷയങ്ങളുടെ മെയിൻ പ്രതിപാദ്യം എന്ന് പറയുന്നത് അസിമിലേഷൻ ഓഫ് ദ കൾച്ചറും ഐഡൻറ്റിറ്റി ക്രൈസിസുമാണ്. ഇന്ത്യയിലെ ഹസ്നാപൂർ, പഞ്ചാബിലെ ഒരു സ്ഥലത്ത് നിന്ന് അമേരിക്കയിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥയാണത്. ജ്യോതി എന്ന് പറയുന്ന ഹസ്നാപൂരിലെ ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു ആസ്ട്രോളജർ ആ കുട്ടിയോട് പറയുന്നു, നീ വിഡോ ആവും, പിന്നീട് നിനക്കൊരു എക്സൈൽ വരും എന്ന്. അന്ന് ഈ ആസ്ട്രോളജറോട് തട്ടിക്കയറിയ കുട്ടി ആസ്ട്രോളജർ ചെറുതായി ഒന്ന് തലയിൽ ഇടിച്ചു. അന്ന് ഇടിച്ചപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു മുറിവ്, ആ കുട്ടി അതിനെ വിളിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ സ്കാർ, ഇറ്റ്സ് തേർഡ് ഐ, ഐ ആം എ സേജ് എന്നാണ് കുട്ടി സ്വന്തമായി വിശേഷിപ്പിക്കുന്നത്. അവിടെ നിന്ന് അവളുടെ ജീവിതത്തിലേക്ക് പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നതും പിന്നീട് അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പ്രകാശിൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായി അവൾ അമേരിക്കയിലേക്ക് പോകുന്നതും പിന്നെ അവിടെ ചെന്ന് ഒരാളെ അവൾ റേപ്പ് ചെയ്യുന്നതും, ഹാഫ് ഫേസ് എന്ന് പറയുന്ന ഒരാൾ അവളെ റേപ്പ് ചെയ്യുന്നു.
അയാളോടുള്ള റിവെഞ്ച് തീർക്കാനായിട്ട് സ്വയം ഒരു കാളിയായി സ്വന്തം നാവ് കട്ട് ചെയ്ത് ഞാൻ മരിക്കുന്നതിലും നല്ലത് അയാളെ കൊല്ലുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാളി മിത്ത് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിലെ അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അതിനകത്ത് വരുന്നത് ഫ്രം ആൻ എക്സ്പാട്രിയേറ്റ് ടു ആൻ ഇമിഗ്രൻറ്റ് എന്നുള്ള ഒരു അസിമുലേഷൻ ഓഫ് ദ കൾച്ചറും ഒരു ഫീമെയിൽ സെൻസിബിലിറ്റിയും. ഇതിൽ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ പല പേരുകളും അതുപോലെ തന്നെ പല റോൾസും ഇവൾ അസൈൻ ചെയ്യുന്നുണ്ട്. ജ്യോതി, ജാസ്മിൻ, ജാസി, ജെയ്സ്, ജെയിൻ തുടങ്ങിയ 5 പേരുകളായിട്ട് മാറ്റപ്പെടുന്നു. അങ്ങനെ ഒരു സാധാരണ ഇന്ത്യൻ വിഡോ എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി സ്വന്തം ജീവിതത്തിലെ ഡ്രീമുകൾ അച്ചീവ് ചെയ്യുന്ന ഒരു ലേഡിയായിട്ടാണ് അതിൽ ഭാരതി മുഖർജിയെ നമുക്ക് ജാസ്മിൻ എന്നുള്ള നോവലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മുല്ലവള്ളി പോലെ പടർന്നു കയറുന്ന ഒരു സ്ത്രീ വ്യക്തിത്വത്തിനുടമയാണ് ഭാരതി മുഖർജിയുടെ ജാസ്മിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ ചെയ്ത 2 പേപ്പേഴ്സും അതിനെ സംബന്ധിച്ചായിരുന്നു. അതെനിക്ക് UGCയിൽ നിന്ന് കിട്ടിയ ഒരു മൈനർ റിസർച്ച് പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ടീച്ചർ ഇൻട്രോ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു മുത്തശ്ശി കഥ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. അത് വെറുതെ പറഞ്ഞതല്ല. എൻ്റെ മുത്തശ്ശിയാണ് എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത്. ഈ കഥ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ അന്തസ്സാരം ഉൾക്കൊള്ളാനുള്ള കഴിവ് എനിക്കെന്തായാലും ഉണ്ടാവില്ലല്ലോ. എന്നിട്ടും അവർ ആ കഥ പറഞ്ഞു. അല്ലെങ്കിൽ അത്തരം മുത്തശ്ശിമാർ എല്ലായിടത്തുമുണ്ട്. അവർ ഇത്തരം കഥകളൊക്കെ പേരക്കിടാങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഈ കഥയുടെ ഉപജ്ഞാതാവ് രാമകൃഷ്ണ പരമഹംസരാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ കഥ കർണാകർണികയ പ്രചരിച്ചതാവണം. അതിൻ്റെ മുഖ്യ പ്രചാരകർ നമ്മുടെ മുത്തശ്ശിമാരാവണം. ഈ കഥ പറയുമ്പോൾ ഈ കഥയുടെ അന്തസ്സാരം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പക്ഷേ എങ്കിലും അത് മനസ്സിൽ കടന്നുകൊള്ളട്ടെ എന്ന് വെച്ചാവുമല്ലോ പറഞ്ഞത്. കാരണം എനിക്ക് അല്ലെങ്കിൽ പേരക്കിടാങ്ങൾക്ക് ഈ കഥയുടെ ഇത്തരം കഥകളുടെ അന്തസ്സാരം ഉൾക്കൊള്ളാനുള്ള പ്രായവും പക്വതയുമാകുമ്പോഴേക്ക് മുത്തശ്ശിമാർക്ക് ആയുരാരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയും നിസ്വാർത്ഥതയോടു കൂടിയുമാണ് ഇത്തരം കഥകളൊക്കെ അവർ പ്രചരിപ്പിച്ചത് എന്ന് വേണം വിചാരിക്കുവാൻ. ഒരു സംഗതി കൂടി പറയാം. അപ്പോൾ ഈ കഥ ആദ്യമായി പറഞ്ഞ പരമഹംസരാട്ടെ, ഈ കഥയുടെ പ്രചാരകരായ മുത്തശ്ശിമാരാട്ടെ ഒരു സംഗതി അവർ ഉറപ്പുവരുത്തി. ഇതിലെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അവരുടെ തൊഴിൽ, ആ സ്ത്രീയുടെ തൊഴിൽ അവർ പരാമർശിച്ചിരുന്നില്ല. സ്ത്രീയെന്നും വനിതയെന്നും മാത്രമേ ആ പാത്രത്തെ അവർ കുറിച്ചിരുന്നുള്ളൂ. കാരണം ഒരു സ്ത്രീയെ നിർവചിക്കുന്നത് ഒരിക്കലും അവളുടെ തൊഴിലല്ല. ഈ തൊഴിലെന്നത് അവളെ സംബന്ധിച്ച് ഒരു വശം മാത്രമാണ്. നമ്മൾ വൺ ഓഫ് ഹെർ മെനി ഫാസറ്റ്സ് എന്ന് പറയുമല്ലോ. അവൾക്ക് വേറെ ഒട്ടേറെ ഭാഗധേയങ്ങൾ നിർവഹിക്കാനുണ്ട്. അപ്പോൾ അത്രയും കരുതൽ അവർ സൂക്ഷിച്ചിരുന്നു ഇത്തരം കഥകൾ പറയുമ്പോൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഈ കാരൽ ലീഗ് എന്ന ഒരു അമേരിക്കൻ ആക്ടിവിസ്റ്റാണ് ഈ ലൈംഗിക തൊഴിലാളി തുടങ്ങിയ പദങ്ങൾ ആദ്യമായിട്ട് 1978 അവർ ഉപയോഗിക്കുന്നത്. വീണ്ടും ഒരു കൊല്ലം വേണ്ടി വന്നുവത്രേ അക്കാദമിക് തലത്തിൽ ഇത്തരം പദങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ. I think we can draw an easy parallel from the Bible entitled A Woman Caught in Adultery. തീർച്ചയായിട്ടും. അപ്പോൾ എ വുമൻ കോട്ട് ഇൻ ദി ആക്ട് ഓഫ് അഡൾട്ടറി എന്ന ഒരു ഭാഗമുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണല്ലോ അത് അന്തർഭവിക്കുന്നത്. അവിടെ ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി ഫാരിസേയരും ഈ നീതിമാന്മാരും ഒരു സ്ത്രീയെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അവൾ വ്യഭിചരിക്ക് പിടിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഈശോയോട് ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈശോ അവളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയിൽ അവർക്ക് നിഷ്കരുണത്വം അവർക്ക് ആരോപിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിയമം കയ്യിലെടുത്തുവെന്ന ആരോപണം ഉന്നയിക്കാൻ പറ്റും. നേരെ മറിച്ച് ഈശോ അവളെ സ്വതന്ത്രയാക്കുവാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ മോശയുടെ നിയമത്തിനെതിരെ ഈശോ പ്രവർത്തിച്ചു എന്ന് പറയാനൊക്കും. അങ്ങനെ ഈശോയെ കുടുക്കുകയാണ്. 2 വശത്തു നിന്നും ഈശോയെ കുടുക്കിക്കളയുക, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ഈശോ അവിടെ വിവേകിത കൊണ്ട് ഈശോ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ഏറ്റവും പ്രസിദ്ധമായ വാചകമാണ്. ബൈബിൾ വായിക്കാത്തവർക്ക് പോലും അതറിയാം. ഈശോ പറയും, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപം ചെയ്യാത്തയാൾ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന്. അവരുടെ കയ്യിൽ നിന്ന് കല്ല് ഊർന്നു വീഴവേ അവർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഈശോ ചോദിക്കുന്നു, ആരും നിന്നെ വിധിച്ചില്ലേ എന്ന്. അവൾ പറയും, ഇല്ല പ്രഭു, ആരും എന്നെ വിധിച്ചില്ല, എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കോളൂ എന്ന് പറയുന്നതോടുകൂടിയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ അവളെ വിധിക്കുവാൻ ഏറ്റവും അർഹൻ, പാപത്തിൻ്റെ കറപുരളാത്ത ഒരാളെ ഉള്ളൂ, അത് ഈശോയാണ്. ആ ഈശോയും പറയുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ പരമഹംസർ പറഞ്ഞ കഥയിൽ ഒരു തൊഴിലും ഇന്ത്യമല്ല എന്ന സന്ദേശമാണ് നമുക്ക് കിട്ടിയത് എങ്കിൽ
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശം ആരെയും വിധിക്കരുത് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടത് അവളെ വിധിക്കാൻ വെമ്പുന്ന പൊതുസമൂഹത്തിൽ നിന്നാണ് എന്നെനിക്ക് തോന്നുന്നു. Let us talk about the colors of International Women's Day. അതെ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റേതായി കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തെ വർണ്ണാഭമാക്കാനും സാർത്ഥകമാക്കാനും വേണ്ടി 3 നിറങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. Purple, green and white. അതെ, നീലലോഹിതം എന്ന് പറയുന്ന പേർപ്പിൾ, ഹരിതം എന്ന് പറയാവുന്ന ഗ്രീൻ, ധവളം ശ്വേതം എന്ന് പറയാവുന്ന വൈറ്റ്. അപ്പോൾ ഈ 3 നിറങ്ങളും വിവിധ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുമുണ്ട്. Purple signifies justice, dignity and being loyal to the cause. അതെ. Green signifies hope and white signifies purity. അതെ, ശരിയാണ്. പേർപ്പിൾ നീലലോഹിതം നീതിന്യായം, അന്തസ്സ്, ഉദ്ദേശ ലക്ഷ്യങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധത ഇവയുടെ പ്രതീകം. ഹരിതവർണം പ്രതീക്ഷയുടെ പ്രതീകമാണ്. ധവളം ശ്വേതം വെളുപ്പ് വിശുദ്ധിയുടെ പ്രതീകമാണ്. അപ്പോൾ ഒട്ടും യാദൃച്ഛികമല്ല ഞാനും മിസ് റീലി റാഫേലും പ്രസ്തുത നിറമാർന്ന വസ്ത്രങ്ങൾ ധരിച്ചു വന്നതിന് എന്നുകൂടി നിങ്ങൾ ധരിച്ചു കൊള്ളുക. അത് പേർപ്പിൾ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും. Let us talk about Catherine Tynan's Any Woman. കാതറീൻ ടൈനൻ എഴുതിയ പ്രസിദ്ധമായ ഒരു കവിതയാണല്ലോ എനി വുമൺ എന്നത്. ഇവിടെ ഞാനാണ് എന്നാണല്ലോ ഇതിലെ ഏതാണ്ട് എല്ലാ വരികളും ആരംഭിക്കുന്നത്. അപ്പോൾ എന്നിട്ടും നമുക്ക് അത് പറയുന്നയാളിൽ അഹങ്കാരത്തിൻ്റെ കണിക പോലും നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. കാരണം അത് പറയുന്നത് മാതൃത്വം മുറ്റി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഉദാഹരണത്തിന്, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം I am the fire upon the hearth, I am the light of the good son. ഞാനാണ് വീട്ടിലെ തൂണുകൾ, കമാനത്തിലെ ആണിക്കല്ലും ഞാനാണ്, അടുപ്പിലെ തീയ് ഞാനാണ്, നല്ല സൂര്യൻ്റെ ഒളിയും ഞാനാണ്. ഇവിടെ അഹങ്കാരത്തിൻ്റെ ധ്വനി എങ്ങാനും വന്നു പോയോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാവണം ഇവിടെ കവയിത്രി പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീ ആവട്ടെ ഈ കവിത അവസാനിപ്പിക്കുന്നത്, ഉപസംഹരിക്കുന്നത് ഈശോയോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. Thou whom a woman laid in a manger, take me not till the children grow എന്ന്. അതായത് സ്ത്രീ ഒരുവൾ പുൽത്തൊട്ടിയിൽ കിടത്തിയോനെ, മക്കൾക്ക് പക്വതയാകുവോളം എന്നെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. അങ്ങനെയാണ് ഈ കവിത അവർ അവസാനിപ്പിക്കുന്നത്. ടീച്ചർ, എനിക്ക് തോന്നുന്നു എനി വുമൺ എന്ന കവിത ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കവിത കൂടിയാണെന്ന്. ഇതിലേതാനും വരികൾ വായിക്കുമ്പോൾ തന്നെ ചിലർ തീരുമാനിച്ചു കളയുന്നു ഇത് അമ്മമാരെ കുറിച്ചുള്ള കവിതയാണ്, അതായത് ബയോളജിക്കൽ മദേഴ്സിനെ കുറിച്ചുള്ള കവിതയാണ്. പക്ഷെ അങ്ങനെ തോന്നിപ്പോകരുത് എന്ന് വെച്ചിട്ടാവുമല്ലോ അവർ ഒരു അത്യപൂർവമായ ഒരു ശീർഷകം കവയിത്രി ഇതിന് നൽകിയത്, എനി വുമൺ എന്ന്. ഇവിടെ മദർ എന്ന ഒരു വാക്കുപോലുമില്ല. അപ്പോൾ എനി വുമൺ എന്ന വാക്ക് പോലും നമുക്ക് പെട്ടെന്ന് കൃത്യമായി നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റില്ല. എ വുമൺ പോലുമല്ല, എനി വുമൺ. അതായത് താനിനി എഴുതാൻ പോകുന്ന ഓരോ വരിയും ഏതൊരു സ്ത്രീക്കും യോജിക്കുമെന്ന്. ഏതൊരു സ്ത്രീയിലും മാതൃത്വമുണ്ട്, അതുകൊണ്ട് താൻ എഴുതാൻ പോകുന്ന എല്ലാ വരികളും എല്ലാ സ്ത്രീകൾക്കും യോജിക്കും എന്നാവുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രക്ഷയില്ല. കാരണം ഇതിലേതാനും വരികൾ വായിക്കുമ്പോൾ തന്നെ ഇത് അമ്മമാരെ കുറിക്കുന്ന കവിതയാണ്. അപ്പോൾ ബയോളജിക്കലി മദേഴ്സ് ആവാൻ സാധിക്കാത്തവർക്കുള്ള കവിതയല്ല, അവർ അകന്നു മാറട്ടെ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല അവരുദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സംഗതി നമുക്ക് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എനി വുമൺ എന്ന കവിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു സംഗതി ഓർക്കുകയാണ്. എൻ്റെ അയൽപ്പക്കത്തെ ഒരു വീട്ടിൽ ഒരമ്മായി ഉണ്ടായിരുന്നു. അവർ ഭർത്താവ് അകാലത്തിൽ മരണപ്പെട്ടു, മക്കളില്ല. അവർ പിന്നെ ശിഷ്ടകാലം ജീവിച്ചത് തൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ്. സഹോദരനാണെങ്കിൽ ഒട്ടേറെ മക്കളുണ്ട്, ഒരു 8-10 മക്കളുണ്ട് പണ്ടത്തെ കാലഘട്ടം. സഹോദര പത്നി ഒരു സാധു സ്ത്രീയാണ്. അവർക്ക് ഇത്രയും മക്കളെ വളർത്തിക്കൊണ്ടുവരിക അവരെ കൊണ്ട് കഴിയില്ല.
അപ്പോൾ കുടുംബ ഭരണം അവർ ഏറ്റെടുക്കുകയാണ്. അന്ന് മുതൽ അവർ ആ 8-10 മക്കളെയും അവർ ഒരു അമ്മയുടെ സ്ഥാനത്തിരുന്ന് വളർത്തി വലുതാക്കുകയാണ്. സഹോദരൻ കൊണ്ടുവരുന്ന തുച്ഛമായ ശമ്പളത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏതൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെയും അതിശയിപ്പിക്കുമാറ് അവർ കുടുംബ നിർവഹണം നടത്തി. അതിലൊരു കുട്ടി പോലും വിശന്നുറങ്ങിയില്ല, ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടില്ല. ഈ ബാലസഹജമായ ചാപല്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കപ്പെട്ടു. എല്ലാം ആ സ്ത്രീയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് സാധിച്ചത്. അവർ ജീവിതത്തിൽ അമ്മയെന്ന വിളി കേട്ടിട്ടില്ല. പിതൃ സഹോദരിയെ നമ്മൾ വല്യമ്മ എന്നാണല്ലോ വിളിക്കുക. പക്ഷേ അതിനും അവർക്ക് ഭാഗ്യമുണ്ടായില്ല. എന്തെന്ന് വെച്ചാൽ അവർ തമിഴ് വംശജരാണ്. അപ്പോൾ പിതൃ സഹോദരിയെ വിളിക്കുന്ന വാക്ക് തമിഴിൽ അത്തൈ എന്നാണ്. അതിൽ അമ്മയില്ല. വല്യമ്മയിൽ അമ്മയുണ്ട്, അത്തയിൽ അമ്മയില്ല. അപ്പോൾ അവർ ജീവിതത്തിൽ അവർ അമ്മയെന്ന വിളി കേട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, അവരിൽ മാതൃത്വമില്ല എന്ന് പറയാൻ ആർ ധൈര്യപ്പെടും? അവർക്കുള്ളതാണ്, അവരെ പോലെയുള്ള സ്ത്രീകൾക്കുള്ളതാണ് ഈ കവിത. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നെനിക്ക് തോന്നുന്നു. പ്രസംഗവശാൽ ഒരു സംഗതി കൂടി പറയട്ടെ. ആ മക്കളിൽ നന്നേ ചെറിയ കുട്ടിയോട് ഒരിക്കൽ സ്കൂളിൽ വെച്ച് ടീച്ചർ ചോദിച്ചു അത്രേ, നിൻ്റെ അമ്മയുടെ പേരെന്താണ്? എവിടെയെങ്കിലും കുറിക്കാനായിരിക്കും ചോദിച്ചത്. ആ കുട്ടി പറഞ്ഞു അത്രേ, അത്തൈ. അപ്പോൾ എനി വുമൺ എന്ന കവിതയിലെ ഓരോ വരിയും ഇത്തരം മാതൃത്വം നിറഞ്ഞ സ്ത്രീകൾക്കുള്ളതാണ്. അവർ ബയോളജിക്കൽ മദേഴ്സ് ആണോ ഇല്ലയോ എന്നത് ഒരു വിഷയമേ അല്ല. ഈ സന്ദർഭത്തിൽ പ്രശസ്ത ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലെ റോൾഡ് ദാലിൻ്റെ മെറ്റിൽഡയെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വായിച്ചു കേട്ട, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വായിച്ചു കേട്ട എല്ലാ ഫെയറി ടെയിൽസിലും ഡാംസിൽ ഇൻ ഡിസ്ട്രസ് അഥവാ ദുരിതത്തിലകപ്പെട്ട പെൺകുട്ടി എന്ന ഒരു കോൺസെപ്റ്റാണ് നിലനിൽക്കുന്നത്. അവരെയൊക്കെ മറികടന്നുകൊണ്ട് മെറ്റിൽഡ വോങ്വുഡ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം തൻ്റെ എഡ്യൂക്കേഷൻ വഴിയും തൻ്റെ ടെലികൈനസിസ് പവർ വഴിയും തന്നിലെ കഴിവുകളെ കണ്ടെത്താനും മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും ജസ്റ്റിസിന് വേണ്ടി പൊരുതാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് കാണാറുണ്ട്. ആ നോവല് പിന്നീട് സിനിമയാക്കപ്പെട്ടു. ഡാനിയൽ ഡെവിറ്റോ സിനിമയാക്കിയ ഒരു നോവലാണത്. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് മെറ്റിൽഡ വോങ്വുഡ്. അത് ഇന്നത്തെ യുവതലമുറയ്ക്കും വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃകയാവേണ്ടതാണ്. കാരണം മെറ്റിൽഡയുടെ മാതാപിതാക്കൾ അവളെ പഠിക്കാനോ വായിക്കാനോ ഒന്നും വലിയ പ്രോത്സാഹനം കൊടുത്തിരുന്നില്ല. എങ്കിലും അവളുടെ ഒരു ആഗ്രഹം കണ്ടുകൊണ്ട് പിന്നീട് അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ വെച്ച് അവളുടെ തന്നെ അധ്യാപികയായ മിസ് ഹണിയെ സഹായിക്കുന്നതും ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ആയ മിസ് ട്രഞ്ച്ബുളിനെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു സമൂഹത്തെ മാറ്റാൻ തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും അങ്ങനെ അവസാനം ഒരു ഹോപ്പ്ഫുൾ എൻഡിങ്ങിലോട്ട് ആ നോവൽ അവസാനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇത്തരം കഥാപാത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്ന് തോന്നുന്നു. Teacher, let's just talk about the influence of social networking platforms on us. ഇപ്പോൾ ഒരാൾക്ക് ഒരു അനന്യസാധാരണമായ കഴിവുണ്ടെന്നിരിക്കട്ടെ, അയാൾക്ക് അത് ക്ഷണനേരം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ലോകത്തെ ആകെ അറിയിക്കാൻ പറ്റും. ഈ ലോകത്തിൻ്റെ ആകെയുള്ള ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയും. അതായത് നമ്മുടെ നൈസർഗികതയ്ക്ക് സൗജന്യമായി ഒരു ലോകവേദി കിട്ടുക അതൊരു വലിയ നേട്ടമാണ്, സംശയമില്ല. പക്ഷെ അതിന് ഒരു ഇരുണ്ട വശം കൂടിയുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുതല്ലോ. അവിടെയാണ് നമ്മുടെ സ്ത്രീ സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് ആരെ വേണമെങ്കിലും സുഹൃത്തായി എടുക്കാമല്ലോ. ഫ്രണ്ട്, ഫോളോവർ, അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അവിടെ. ഇതും ഒരു നേട്ടമായി കണക്കാക്കിയേക്കാം. പക്ഷെ ഇവിടെയാണ് നമ്മുടെ യുവത, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ വ്യാജ സൗഹൃദങ്ങളുടെ വലയിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തുന്നത്. തൽഫലമായിട്ട് നമുക്കറിയാമല്ലോ, കുടുംബ ബാന്ധവങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പാരസ്പര്യമുണ്ടല്ലോ, അത് തകർന്നു പോകുന്നു, നഷ്ടമാകുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ക്രമേണ നമ്മുടെ യുവത സ്വത്വബോധം പോലും നഷ്ടപ്പെട്ട് ഈ തിരിച്ചു വരാനാവാത്ത വണ്ണം തകർന്നടിയുന്ന കാഴ്ച
നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ സൗഹൃദത്തിലെ കാപട്യം നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാണ്? ഒരു പദ്യം ഓർമ്മ വരുന്നു. ഈ ചോദ്യം നേരിട്ട ഭർതൃഹരി എന്ന പേരായ കവി അതിന് ഒരു സമാധാനം നൽകുകയാണ്. ആ പദ്യം ഞാൻ ഒന്ന് പങ്കുവയ്ക്കട്ടെ. ആരംഭ ഗുർവി ക്ഷൈണീക്രമേണ ലഘ്വീ പുരാ വൃദ്ധിമതീ ച പശ്ചാത് ദിനസ്യ പൂർവാർദ്ധ പരാർദ്ധ ഭിന്ന ഛായേവ മൈത്രി ഖല സജ്ജനാനാം എന്നാണ് ആ പദ്യം. ഇവിടെ ചീത്ത ആൾക്കാരുടെയും നല്ല ആൾക്കാരുടെയും സൗഹൃദത്തെ കവി വ്യത്യാസപ്പെടുത്തി കാണിക്കുകയാണ്. ചീത്ത ആൾക്കാരുടെ സൗഹൃദം പകലിൻ്റെ ഒന്നാമത്തെ പകുതിയിലെ നിഴൽ പോലെ തുടക്കത്തിൽ ഏറിയും കാലക്രമേണ കുറഞ്ഞും കാണപ്പെടുന്നു. നല്ല ആൾക്കാരുടെ സൗഹൃദം പകലിൻ്റെ രണ്ടാമത്തെ പകുതിയിലെ നിഴൽ പോലെ തുടക്കത്തിൽ കുറഞ്ഞും കാലക്രമേണ ഏറിയും കാണപ്പെടുന്നു. അതായത് ചില ആളുകൾ നമ്മെ കാണുമ്പോൾ തന്നെ എത്രയോ കാലത്തെ അടുപ്പമുണ്ടെന്ന മട്ടില്ല നമ്മുടെ മേൽ ചാടി വീണ് സൗഹൃദം സ്ഥാപിക്കാൻ നോക്കാറില്ലേ? അത്തരക്കാരെ സൂക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടായിരിക്കും. അത് നിറവേറുന്ന മുറയ്ക്ക് അവർ സൗഹൃദം പിൻവലിച്ചു കളയും. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് സൗഹൃദം കാണിച്ചത് എങ്കിൽ ആ നഷ്ടസൗഹൃദത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് വിലപിക്കാനേ സമയം കാണും. നേരെ മറിച്ച് സൗഹൃദം എങ്ങനെയായിരിക്കണം? അത് ക്രമബദ്ധമായി മുന്നോട്ട് പോകേണ്ട ഒരു പ്രക്രിയയാണത്രേ. അതായത് നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ അയാളോട് സൗഹൃദം കൂടിയാലോ സുഹൃത്തായി എടുത്താലോ ഒരു അകാരണമായ ഒരു സുഹൃത്ത് ഭാവം നമുക്ക് തോന്നാറുണ്ട്. അവിടെ കവി പറയുന്നു, ഒന്ന് നിൽക്കൂ, ഒന്ന് വീക്ഷിക്കൂ, ഒന്ന് നിരീക്ഷിക്കൂ. അവിടെ പരീക്ഷിക്കപ്പെടുന്നത് അയാളുടെ ജാതി മതങ്ങളല്ല, അയാളുടെ സാമ്പത്തിക ഭദ്രതയല്ല, അയാളുടെ വിദ്യാസമ്പന്നത പോലുമല്ല, അയാളുടെ സ്വഭാവ ഗുണം മാത്രമാണ്. അപ്പോൾ സ്വഭാവ ഗുണത്തിൽ തനിക്കൊത്തവനാണോ തനിക്കൊത്തവളാണോ എന്ന് പരീക്ഷിക്കുകയാണ് അവിടെ. ആണ് എങ്കിൽ നമുക്കയാളെ സുഹൃത്തായി എടുക്കാം. ചിലപ്പോൾ അത്തരം സൗഹൃദമാവും ആജീവനാന്ത സൗഹൃദമായി വരിക. അപ്പോൾ ഇനി മുതൽ നമ്മൾ പുത്തൻ സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പരോക്ഷമായ സൗഹൃദമാവട്ടെ പ്രത്യക്ഷമായ സൗഹൃദമാവട്ടെ നമുക്ക് ഭർതൃഹരിയുടെ ഈ പദ്യം ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം എന്ന് തോന്നുന്നു. മായ ഏഞ്ചലോ ഏതൊരു വനിതാ ദിനത്തിലും പരാമർശിക്കപ്പെടേണ്ട പേരാണത്. മായ ഏഞ്ചലോ എന്ന ബഹുമുഖ പ്രതിഭയുടെ പേര് പരാമർശിക്കാതെ ഒരു വനിതാ ദിനവും കടന്നുപോയിക്കൂടാ, വിശേഷിച്ച് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം. മായ ഏഞ്ചലോ പൊതുസമൂഹത്തിലും കറുത്ത വർഗക്കാരിലും ചെലുത്തിയ അഗാധമായ സ്വാധീനമുണ്ടല്ലോ. അത് തൻ്റെ എഴുത്തിലും പ്രസംഗത്തിലൂടെയും എത്രത്തോളമോ അത്രത്തോളമോ അതിലുമേറെയോ ഒരു മലർത്തിവെച്ച പുസ്തകത്തോട് ഉപമിക്കാവുന്ന തൻ്റെ ജീവിതത്തിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മായ ഏഞ്ചലോ അവളുടെ ബാല്യകാലം ദുരിതപൂർണമായിരുന്നു. തൻ്റെ 7ാമത്തെ വയസ്സിൽ മായ തൻ്റെ അമ്മയുടെ ആൺ സുഹൃത്തിനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവൾ തൻ്റെ വേട്ടക്കാരൻ്റെ പേര് സധീരം സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കുറ്റം തെളിയിക്കപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടോ അയാൾക്ക് ഒറ്റ ദിവസം മാത്രമേ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ വൈകാതെ ഏതോ ഒരു അജ്ഞാതൻ്റെ കഠാരക്കിരയായി അയാൾ മരിക്കുകയാണുണ്ടായത്. അത് മായയുടെ ബന്ധുക്കളാണ് അതിന് പിറകിലെന്ന് പറയുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആ മരണം മായയിൽ ഒരു വല്ലാത്ത പ്രതികരണമാണ് ഉളവാക്കിയത്. മായ കരുതി താൻ അയാളുടെ പേര് പറഞ്ഞുവല്ലോ, അതുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്. അപ്പോൾ താൻ ആരുടെ പേര് പറയുമോ അയാൾ മരണപ്പെടും എന്നാ കുട്ടി ചിന്തിച്ചു പോയി. അപ്പോൾ അവൾ കുറേ കാലം ആരോടും ഒന്നും മിണ്ടിയില്ല. അവൾ മൂകയായി തീർന്നു. ആ ഒരു ആഘാതത്തിൽ നിന്ന് അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ബേർത്ത ഫ്ലവേഴ്സ് എന്ന ഒരു സ്നേഹനിധിയായ അധ്യാപികയായിരുന്നു.
ഹെലൻ കെല്ലറിന് ആൻ സലിവൻ എന്ന് പേര്. ഈ ബെർത്ത ഫ്ലവേഴ്സ് എന്ന അധ്യാപികയാണ് മായയെ വായനയുടെ ലോകത്തേക്ക് ആനയിച്ചത്. വില്യം ഷേക്സ്പിയർ, ചാൾസ് ഡിക്കൻസ് തുടങ്ങി ഒട്ടേറെ എഴുത്തുകാരെ അവർ പരിചയപ്പെടുത്തി കൊടുത്തു. മായ ഏഞ്ചലോ തൻ്റെ 17-ാമത്തെ വയസ്സിൽ അമ്മയാവുകയാണ്. ഗൈ ജോൺസൺ എന്നു പേരായ തൻ്റെ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അവർ ഒറ്റ പ്രാവശ്യം മാത്രമേ അമ്മയായിട്ടുള്ളൂ. അവർ ഒട്ടേറെ വേഷങ്ങൾ പകർന്നാടിയ ആളാണല്ലോ. പക്ഷെ ആത്യന്തികമായിട്ട് അവർ ജീവിച്ചത് തൻ്റെ മകന് വേണ്ടിയാണ് എന്ന് നമുക്ക് ഓർക്കണം. പിന്നെ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, അതുപോലെ വില്യം സി എൽ മേക്ക് തുടങ്ങിയ പ്രസിദ്ധരായ പൗരാവകാശ പ്രവർത്തകരുമായുള്ള സമ്പർക്കം മായ ഏഞ്ചലോവിലെ പോരാട്ട വീര്യത്തെ സ്ഫുടം ചെയ്തെടുത്തിരിക്കുന്നു. മായ ഏഞ്ചലോ വിവിധ കോളേജുകളിലും സർവകലാശാലകളിലും വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആജീവനാന്തം ഒരു സർവകലാശാല ബിരുദവും നേടാത്ത മായ ഏഞ്ചലോവാണ് എന്നുകൂടി നമുക്ക് കൗതുകപൂർവ്വം ഓർമ്മിക്കാം. മായ ഏഞ്ചലോ എന്ന സാഹിത്യകാരിയെ സംബന്ധിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു സംഗതി അവരുടെ ആത്മകഥാ ബാഹുല്യമാണ്. ഷീ റോട്ട് ആസ് മെനി ആസ് 7 ഓട്ടോബയോഗ്രഫീസ്. 7 ആത്മകഥകൾ അവരുടേതായുണ്ട്. ആത്മകഥകളുടെ 7 വോള്യൂംസ് എന്ന് പറയുന്നതിലും കൂടുതൽ ശരി 7 വ്യത്യസ്ത ആത്മകഥകൾ എന്ന് പറയുന്നതാണ്. അതിൽ തീർച്ചയായും ഏറ്റവും പ്രസിദ്ധം അവരുടെ 1-ാമത്തെ ആത്മകഥയാണ്. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. എനിക്കറിയാം കൂട്ടിലെ പറവ പാടുന്നത് എന്തുകൊണ്ടെന്ന്. വായനക്കാർ ആ പുസ്തകം ഇനിയും താഴെ വെച്ചിട്ടില്ലത്ര. അമേരിക്കയിലെ സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികൾ അത് ഒരു പാഠപുസ്തകമായി പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ആത്മകഥാ ബാഹുല്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പോൾ തൻ്റെ ആത്മകഥാ വൈപുല്യത്തെ ന്യായീകരിക്കുമാറ് മായ ഏഞ്ചലോ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ പിൽക്കാലത്ത് മായ ഏഞ്ചലോവിൻ്റെ എല്ലാ സാഹിത്യ സംഭാവനകളും വിസ്മൃതിയിലാണ്ടുപോയാലും അവർ തൻ്റെ ആത്മകഥാ വൈപുല്യത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും നടത്തിയ ഈ പ്രസ്താവന മാതാപിതാക്കൾക്കുള്ള ശാശ്വതമായ ഒരു സന്ദേശമായി നിലകൊള്ളുമെന്ന്. മാതാപിതാക്കൾ തങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്നൊരു പ്രതീതി തങ്ങളുടെ മക്കളിൽ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. അതായത് അവർ തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മറച്ചു പിടിക്കുകയാണ് പതിവ്. മാതാപിതാക്കൾ തങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ പെട്ടെന്ന് മകനോ മകളോ കയറി വന്നു എന്നിരിക്കട്ടെ, അവർ പെട്ടെന്ന് വഴക്ക് അവസാനിപ്പിക്കും. വഴക്ക് കൂടുക മോശമാണെന്ന് കരുതിയിട്ടല്ല, അത് തങ്ങളുടെ മക്കൾ കണ്ടുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഹിപ്പോക്രസിയാണ്, ഈ കാപ്പട്യത്തെയാണ് മായ ഏഞ്ചലോ തുറന്നു കാട്ടിയത്. ഇവരുടെ ഇത്തരം ചെയ്തികളുടെ വരും വരായികളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലും, ഒന്ന്, ഇത് കൊച്ചുമക്കളിൽ വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാക്കി തീർക്കുന്നു. ഇപ്പോൾ തങ്ങൾ ചെറിയ പിഴവെങ്ങാനും വരുത്തിപ്പോയാൽ തങ്ങളുടെ എല്ലാം തികഞ്ഞ മാതാപിതാക്കൾക്ക് ഒരു അപമാനമാണ് എന്നവർ ചിന്തിച്ചേക്കാമല്ലോ. തങ്ങൾ അവർക്ക് ഇണങ്ങിയ മക്കളല്ല എന്നവർ ചിന്തിച്ചേക്കാമല്ലോ. തങ്ങൾ അവർക്ക് ഭാരഭൂതരാണ് എന്ന് ചിന്തിച്ചേക്കാമല്ലോ. തുടർന്നവർ വല്ല കടുംകൈയും പ്രവർത്തിക്കാൻ തുനിഞ്ഞേക്കാമല്ലോ. ഇതൊക്കെ സംഭവ്യങ്ങളാണ്. 2, ഈ കുട്ടികൾ വളർന്നു വലുതാവുമല്ലോ. അപ്പോൾ അവർക്ക് തങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ദൃഷ്ടിഗോചരമാവുമല്ലോ, എല്ലാം വ്യക്തമായി അവർക്ക് കാണുമാറാകുമല്ലോ. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുമല്ലോ ഇന്നോളം മാതാപിതാക്കൾ തങ്ങളോട് പുലർത്തിയത് കാപട്യമാണ് എന്ന്. അപ്പോൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് കുറ്റങ്ങളും കുറവുകളുമുണ്ട് എന്നത് മക്കൾ ക്ഷമിച്ചേക്കാം. പക്ഷേ അവർ തങ്ങളോട് കാപട്യം പ്രവർത്തിച്ചു എന്നത് ചിലപ്പോൾ മക്കൾക്ക് ഉൾക്കൊള്ളാനാവില്ല. അവർ മാതാപിതാക്കളെ വെറുത്തേക്കാം, മാതാപിതാക്കളിൽ നിന്നവർ മാനസികമായി അകന്നേക്കാം. ഇവിടെ മായ ഏഞ്ചലോവിൻ്റെ സന്ദേശം എന്താണ്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ എങ്ങനെയോ അങ്ങനെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് മുന്നിൽ കാണപ്പെടുക. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി കൈക്കൊള്ളട്ടെ. ആ കുറ്റങ്ങളും കുറവുകളും എത്ര ദുഷ്ടമാണെങ്കിലും അശ്ലീലമാണെങ്കിലും. ഇതാണ് അവരുടെ എന്നും പ്രസക്തമായ സന്ദേശം. ഗുഡ്നെസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾ നേരുന്നു ഹാപ്പി ഇന്റർനാഷണൽ വിമൻസ് ഡേ.